ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു വല്ലാത്ത ബഹളമൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടി ഒച്ചയും ബഹളമൊക്കെ കേട്ടപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടനും അതുപോലെ തന്നെ രേഖേച്ചിയും കാഞ്ചനയും എല്ലാവരും ഓടി വരുന്നുണ്ട്. എന്താ ഗീതു പാപ്പ എന്നൊക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗീതു പറയുന്നുണ്ട്, ഞാനേ അങ്ങനെ എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ ഒരു റൂമിൽ ഉറങ്ങാനുള്ള അവകാശം കോടതിയിൽ നിന്ന് വാങ്ങിയെടുത്തു എന്ന് പറഞ്ഞ് എല്ലാവരുടെ കയ്യിലും ആ പേപ്പറൊക്കെ കൊടുക്കുന്നുണ്ട്. രേഖയ്ക്ക് ഇനി അത് കണ്ടപ്പോൾ നല്ല സന്തോഷമാവുന്നുണ്ട്. രേഖ മാത്രമല്ല അയ്യപ്പേട്ടനും അതും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ റൂമിൻ്റെ വാതിക്കൽ ആരും ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല കേട്ടാന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ ഒളിഞ്ഞു നോക്കണമെങ്കിൽ കാഞ്ചനയുള്ള പിടിക്കപ്പെടാന്ന് പറഞ്ഞപ്പോൾ കാഞ്ചന മാത്രമല്ല വേറെ ചിലർക്കും ഉണ്ട് ഇങ്ങനത്തെ ഒരു സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ രേഖനോടും പറയുന്നുണ്ട്, രേഖേച്ചി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ, ഒരു ഭർത്താവിൻ്റെ ധർമ്മം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വരുണേട്ടൻ്റെ പേരിലും രേഖേച്ചിക്ക് കേസ് കൊടുക്കാം, ഞാൻ വാദിക്കാം, രേഖേച്ചി ധൈര്യപ്പെട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് രേഖയുടെ തോളിലൊക്കെ കൈവയ്ക്കുന്നുണ്ട് നമ്മുടെ ഗീതു. ആരും ഒന്നും മിണ്ടുന്നില്ല, ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ അയ്യപ്പേട്ടനാണെങ്കിൽ വളരെയധികം സന്തോഷമാവുന്നുണ്ട് ഗീതു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട്. അതിനുശേഷം ഒരു പേപ്പർ വീടിൻ്റെ, അതായത് ആ ഉത്തരവ് ഫ്രണ്ട് ഡോർമിൽ ഒട്ടിക്കാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് വീടിൻ്റെ ഡോർമിലൊന്നും ഒട്ടിക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ പിന്നെ ഗേറ്റ് ഒട്ടിച്ചോളാൻ പറഞ്ഞ് അന്നവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗോവിന്ദനെ പിടിച്ചുള്ളിലേക്ക് തള്ളിയിട്ട് ഗീതു കയറി എല്ലാവർക്കും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വാതിലടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഞ്ചനനോട് അയ്യപ്പേട്ടൻ പറയുന്നത് മെഞ്ഞി എന്നിട്ട് നോക്കിയിരിക്കുന്നേ പോയി കെടുക്ക് എന്ന് പറയുന്നു. അതിനുശേഷം രേഖയോട് പറയുന്നുണ്ട് നമ്മുടെ ഗീതു മിടുക്കിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നേടിയെടുക്കണേന്ന് പറഞ്ഞപ്പോൾ അതെ എന്നും പറയുന്നുണ്ട് രേഖയും. അങ്ങനെ രണ്ടുപേരും നല്ല സന്തോഷത്തോടെ പോകുന്നുണ്ട്. പിന്നീട് മുറിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ ബെഡിൻ്റെ നടുവിൽ നല്ല തലയണയൊക്കെ ഇങ്ങനെ മതിൽ പോലെ തീർക്കുന്നു. ഗീതു വന്നു കഴിഞ്ഞിട്ട് അതൊക്കെ വലിച്ചെറിയുന്നുണ്ട്. പിന്നീട് കുറേ ശാസ്ത്രവും തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വാക്ക് ശരിക്കും ഭർത്താവ് ഭാര്യാധർമ്മം ചെയ്യണമെന്ന് പറയുമ്പോൾ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ഉറങ്ങണം, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അതെ അതെ ബായോ എന്ന് പറഞ്ഞ് ഗീതുവിനെ പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഗോവിന്ദൻ. എന്നാൽ വേണ്ട, തൽക്കാലം തലൻ അവിടെ ഇരുന്നോട്ടെ, എനിക്കിപ്പോൾ തൽക്കാലം തയ്യാറല്ല എന്ന് പറയുന്നുണ്ട് ഗീതു. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഭദ്രനും വിലാസിനി നല്ല ഉറക്കമാണ്. ആ സമയത്ത് പ്രിയ അവരുടെ റൂമിൽ വന്ന് വാതിലൊക്കെ തുറന്ന് എന്തൊക്കെയോ പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷം ഫോൺ എടുത്ത് കഴിഞ്ഞിട്ട് എന്തോ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിയ എൻ്റെ അമ്മനെ പറ്റിച്ച് 50 ലക്ഷവും മേടിച്ച് സ്വന്തം മോളെ ചതിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു അമ്മനെ കണ്ടില്ലേ, ഇവർക്കുള്ള പണി നാളെ നേരം വെളുക്കുമ്പോൾ കിട്ടും, പണി പാലും വെള്ളത്തിലായിരിക്കും ഇവർക്ക് കിട്ടുന്നത്, ഇവരുടെ പണി ഇവരുടെ ഈ സാമർത്ഥ്യം മനസാക്ഷിയില്ലായ്മയും ഒക്കെ ഞാൻ നാളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്തോ ഒരു പണി പ്രിയൊപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ഗോവിന്ദൻ്റെ റൂമാണ്. ഗോവിന്ദൻ അലറാം വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയത്ത് അലറാം വെച്ച് എഴുന്നേൽക്കുമ്പോൾ ദൈവമേ ഇന്ന് ഇവളെ കണി കാണരുത്, ഇവളെ കണി കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ പോക്കണ് എന്നും പറഞ്ഞ് കണ്ണിങ്ങനെ അടച്ചും കഴിഞ്ഞിട്ട് ബാത്റൂമിൻ്റെ അവിടേക്ക് പോയിരിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ഗീതു കുളി കഴിഞ്ഞൊരു ഒരു ചെറിയൊരു ഉടുപ്പ് പോലെയൊക്കെ ഇട്ടിട്ട് ടവലൊക്കെ തോളിൽ കൂടെ ഇട്ട് നനഞ്ഞ മുടി ഈറനോടുകൂടി കഴിഞ്ഞിട്ട് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗമാണ് അത് കണ്ടത്. നമ്മുടെ ഗോവിന്ദൻ അത് കണ്ടോടുകൂടി ഗോവിന്ദൻ്റെ ശരിക്കും കൺട്രോൾ പോയൊരവസ്ഥയായിരുന്നു. ഗോവിന്ദൻ ആകെ തരിച്ചിരിക്കുന്നുണ്ട് ഗീതുവിനെ അത്രയും സൗന്ദര്യത്തോടുകൂടി കണ്ടപ്പോൾ. ഗോവിന്ദൻ ആകെ ഒരു ടെൻഷനും അതൊക്കെ ആവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ ഇങ്ങനെ ആകെ അന്തം വിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഗീതുവും ആകെ ചമ്മുന്നുണ്ട്. പിന്നീട് ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടൻ പോകുന്നില്ലേ, പോകാം, പിന്നെ എന്തിനാ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത്, എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട്, തല നന്നായി തോർത്തണം, ഇല്ലെങ്കിൽ പനി പിടിക്കുന്നൊക്കെ ആ ഒരു ടെൻഷനോട് കൂടിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നു, സത്യം പറയടി, നീ എൻ്റെ കൺട്രോൾ കളയാൻ വേണ്ടിയിട്ട് എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേടി നീ ചെയ്തത്, ഈ വേഷം കെട്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗീതു പറയുന്നുണ്ട്, കണ്ണേട്ടാ പ്രകോപനമല്ല പ്രലോഭനം, ലോ ആണ് വരേണ്ടത് ഘോരഭാഗത്ത് എന്ന് പറയുമ്പോൾ നീ എന്നെ കാലത്ത് തന്നെ ഇത് അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ വന്നാണ് എടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഗോവിന്ദൻ ചൂടാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗീതു നല്ല സുന്ദരിയായി ഒരുങ്ങി വരുന്നൊക്കെ ഒരു ഭാഗമാണ്. എന്നിട്ട് ബാത്റൂമിൻ്റെ അവിടെയുള്ള കണ്ണാടിയിൽ നോക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മുടെ ഗോവിന്ദന് ചായ കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഗോവിന്ദന് ചായ കൊടുക്കുന്നത് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ആദ്യം ചായ കൊണ്ടുവച്ച് കൊടുക്കുന്നതും പിന്നീട് നിങ്ങളുടെ ഭാര്യയല്ല ഞാൻ ചായ കൊടുക്കാൻ എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നെ ചായ കണ്ണേട്ടാന്ന് പറഞ്ഞ് ചായ കൊടുക്കണതും അങ്ങനെ പഴയ ഒരേ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഗീതുവിനോട് ഗീതുവിൻ്റെ പ്രതിബിംബം കണ്ണാടി നോക്കി പറയുന്നുണ്ട്,
എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ണേട്ടൻ എന്നെ വിളിക്കുള്ളൂ, അതെൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നീ കണ്ണനെ നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, അത് നിനക്ക് മനസ്സിലാവാണ്ടെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്, നീ അത് അഭിനയിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇല്ല അങ്ങനെയാണോ, എന്നാൽ ശരി എന്നാൽ നമുക്ക് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പിന്നെ പറയണ്ടോ, എന്താ കാര്യം, എൻ്റെ പേര് കോടതിയിൽ കേസ് കൊടുത്തേക്കല്ലേ കാട്ടുമാക്കാൻ, ആടിനെന്ത് ഒരു അങ്ങാടി, അങ്ങനെ എന്തോ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഗോവിന്ദൻ ആകെ ദേഷ്യം വരുന്നുണ്ട്. ഗോവിന്ദൻ കുളിമുറി ഓടി വന്നിട്ട്, നീ എന്നല്ലേടി കാട്ടുമാക്കാൻ വിളിച്ചത്, എന്നല്ലേടി ആട് എന്ന് ഉപമിച്ചെന്നൊക്കെ പറയുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട്. കേസ് നീ ഇപ്പം ഈ കണ്ണാടിയിൽ കാണിക്കുന്ന ഈ ഗോഷ്ഠികളൊക്കെ തന്നെ വീഡിയോ എടുത്ത് കോടതിയിൽ കാണിച്ചാൽ തന്നെ നിനക്ക് മെൻ്റൽ എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാവും. എന്നാൽ പിന്നെ വീഡിയോ പിടിക്കാൻ നിങ്ങളുടെ അമ്മ രണ്ടാനമ്മനെ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടിരുത്ത് എന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അമ്മയും അത്തരക്കാരി അല്ലാത്തത് കൊണ്ടുണ്ടി അങ്ങനെയൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ നിങ്ങൾ അതേക്കുറിച്ചൊന്നും പറയല്ലേ, നിങ്ങളുടെ അമ്മ എൻ്റെ കള്ളൊപ്പിട്ട് കഴിഞ്ഞിട്ട് കോടതിയിൽ കൊണ്ട് കൊടുത്ത ആളല്ലേ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഗീത പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.